യുവർ എക്സ്പെർട്ടൈസ്, യുവർ എക്സ്പീരിയൻസ് വിത്ത് എംപതി. അതായത് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ എക്സ്പെർട്ടൈസും എംപതിയോടുകൂടി നമുക്ക് എവിടെ പ്രയോഗിക്കാൻ സാധിക്കും, അതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സെലക്ഷൻ. കാരണം ചില ഇമോഷൻ്റെ ഭാഗമായി നമ്മൾ ചില ഭാഗങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോകും സ്വാഭാവികമായിട്ടും. അതല്ല നമ്മുടെ പാഷനും അതോടൊപ്പം തന്നെ ഈ സീഡ് സ്പോട്ട്, സാർ പറഞ്ഞ ആ സീഡ് സ്പോട്ട്, അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ ബുദ്ധിമുട്ടുമില്ലാതെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വൺസ് അഗെയിൻ ഒരു ഇമോഷണൽ ഡിസിഷൻ അപ്പുറത്ത് എന്താണ് ഡാറ്റകൾ നിങ്ങളോട് പറയുന്നത് ഒന്ന് ചെക്ക് ചെയ്യുക. ഫാദറിൻ്റെ ബിസിനസ് നിങ്ങൾക്ക് നൽകുന്ന ചില ഡാറ്റകളുണ്ടാവും. കാരണം ഇമോഷനല്ല ലൈഫ്, തീർച്ചയായിട്ടും ഡാറ്റകളാണ് നാം ഫോക്കസ് ചെയ്യപ്പെടേണ്ടത്. ആ സന്ദർഭത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്, നമ്മുടെ എക്സ്പെർട്ടൈസ്, അതിനെ നമുക്ക് എത്രമാത്രം വലുതാക്കാൻ സാധിക്കും. കാരണം ഇന്ന് വിജയിച്ച വ്യക്തികളെ ഏതൊരു വ്യക്തിയും നാം നോക്കി കണ്ടാൽ ഈ ഒരു ഏരിയയിൽ ആരൊക്കെ ക്യാച്ച് ചെയ്തോ അവർക്ക് മാത്രമാണ് വലിയ രീതിയിലേക്ക് മുന്നേറുവാൻ സാധിച്ചത്. 2019 വരെ ഒരു സ്റ്റേജിൽ പോലും 2 മിനിറ്റ് സംസാരിക്കാൻ സാധ്യമല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എന്നിലുള്ള ചില കഴിവുകളെ വളർത്താനും അത് പരിപോഷിപ്പിക്കാനും ഈ കിങ്സ് ക്ലബ് എന്നിൽ ചെലുത്തിയ സ്വാധീനം തന്നെയാണ് എന്നെ ഇന്ന് ഈ സ്റ്റേജിൽ ആദ്യത്തെ ചോദ്യത്തിന് പോലും ഉത്തരം നൽകുവാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റിയത്. താങ്ക് യു.